സോ ഗൈസ്, അപ്പോൾ നമ്മൾ കൊല്ലത്തെത്തി എത്തിയിരിക്കണം. അപ്പോൾ എന്റെ വണ്ടിയുടെ ഫുൾ പണിയും ചെയ്തതാ ഇരിപ്പോ. എനിക്ക് ഒന്നും അറിയത്തില്ല, കാരണം അന്നൊരു ഡിസൈൻ ചെയ്ത് തന്നത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. ഞാൻ ഇത് കാണാനായിട്ട് എക്സൈറ്റഡ് ആണ്. ബാക്കി പരിപാടിയിലോട്ട് പോവാം. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ രാവിലെ കൊല്ലത്തോട്ട് പോവാണ്. എന്തിനെന്ന് വെച്ചാൽ എന്റെ വണ്ടിയിൽ ചെറിയ മിനുക്ക് പരിപാടികൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഗൈസ്, എന്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഡോറിൽ തന്നെ ഒരു ചേച്ചി കൊണ്ട് ചിടിച്ച് ചപ്പിച്ച് ഒരച്ച് ഗൈസ്. എന്താ പറയാൻ, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നേരം വെളുക്കും. കാരണം ഈയുടെ സർവീസ് സെന്റർ ട്രിവാൻഡ്രത്ത് ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര ലാഗാണ്. എന്റെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്റർ സർവീസ് ചെയ്യാൻ വേണ്ടി ഡേറ്റിന് ബുക്ക് ചെയ്തപ്പോൾ 29-ാം തീയതി തന്നുള്ളൂ. അതായത് എനിക്ക് ആയത് ജൂൺ 2-ാം തീയതിയാണ് സർവീസ്. എനിക്ക് 1000 കിലോമീറ്റർ അത് വിളിച്ചത് 29-ാം തീയതി. അങ്ങനെ പക്ഷെ കുറി 7-ാം തീയതിയിലോട്ട് എത്തിച്ചു തന്നു. ഇനി എന്തായാലും വണ്ടിയുടെ ബാക്കി മിനുക്ക് പരിപാടികൾ ചെയ്യാനായിട്ട് പോകാൻ വേണ്ടി പോവാണ്. പിന്നെ വണ്ടി നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൊല്ലം വരെ പോവാണ്. ഹേ ഗൈസ്, അപ്പൊ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ബ്രോ എന്താ സെൽട്ടോസ് എടുക്കാത്തെന്നുള്ളതാണ്. കാരണം ഞാൻ നിങ്ങൾക്ക് എന്റെ വീടിന്റെ വഴി ഞാൻ കാണിച്ചു തരാം. ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു വഴിയാണ്. ഒരു നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ വണ്ടിയുടെ സൈഡ് പോവും. പിന്നെ ഈ ഒരു വണ്ടി നമുക്ക് അത്യാവശ്യം വളച്ചു പോകാൻ പറ്റും. സെൽട്ടോസ് പക്ഷെ അങ്ങനെയല്ല. ഇച്ചിരി ഭയങ്കര നമ്മൾ അത്രയ്ക്ക് കെയർ ചെയ്തെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വരെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും പിന്നെ സ്ക്രാച്ച് ആക്കാനേ സമയം കാണുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മെയിൻ ഒന്നാമത് എടുക്കാത്തത്. ഞാൻ എന്റെ മൈൻഡിൽ സെറ്റിൽ ഉണ്ടായിരുന്ന സാധനമാണ്. അപ്പൊ അവര് നമുക്ക് ഡെമോ കൊണ്ടുവരുമല്ലോ, വഴിയിൽ കയറുമോ അങ്ങനെ നോക്കാനായിട്ട്. അപ്പൊ നമ്മൾ കൊല്ലത്തുള്ള എക്സ്പ്രോ ടെക്കിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് എന്റെ കാറ് ഫുൾ മിനുക്ക് പണികൾ ചെയ്യാൻ പോകുന്നത്. അപ്പോ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇത് ഫുൾ ചെയ്തതിന് ശേഷം നിങ്ങൾ പറഞ്ഞുതരാം. അതിൽ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ എന്താ ഒരു ചേച്ചി കൊണ്ട് ചുടിച്ചിട്ട് ഇവിടുത്തെ സ്ക്രാച്ച് ആയിരുന്നു. അപ്പൊ ഇതിന് വേണ്ടി പെയിന്റ് ചെയ്യണം. പിന്നെ വണ്ടി ഫുൾ ബ്ലാക്ക് ആക്കാനാണ് ഞാൻ പോകുന്നത്. ഫുൾ ബ്ലാക്ക് ആക്കിയിട്ട് പിന്നെ ചെറിയ പരിപാടി. അത് ഞാൻ എന്റെ ഫൈനൽ ലുക്ക് വരേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാം കൂടി പറഞ്ഞുതരാം. ചിലപ്പോൾ എല്ലാവർക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയണമെന്നില്ല. സോ അന്ന് ഫുൾ വന്നിട്ട് എന്തായാലും ഇവിടെ 4 ദിവസത്തെ പണി എന്തായാലും ഉണ്ട്. അത് കഴിഞ്ഞ് വണ്ടി ഫുൾ കളറാക്കി ഇറക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ബാക്കി അന്നത്തെ ഡീറ്റെയിൽസ് എല്ലാം ബാക്കി നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ 4 ദിവസം കഴിഞ്ഞ് ഇനി കൊല്ലത്തോട്ടുള്ളൂ. അപ്പൊ ഇവിടുന്ന് നമുക്ക് പോകാൻ വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സോജിനെ വിളിച്ചിരിക്കുകയാണ്. സോജി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വരെ ആക്കി തരുള്ളൂ. ട്രിവാൻഡ്രത്താ 50 രൂപ എണ്ണ അടിച്ചിട്ടാ ഞാൻ വന്നു ഇവിടെ. ട്രിവാൻഡ്രം വരെ പോകുന്ന ഞാൻ ആക്കും. ഞാൻ 100 രൂപ അടിച്ചില്ല. എന്നാ ഞാൻ പള്ളുംകോരാക്കി തരാം. അപ്പൊ സോജിച്ചുണ്ട്. ചെറുക്കനെ ഇവിടെ തൊട്ടടുത്താണെന്ന് നമ്മള് വിളിച്ചോട്ടെ വാടി വന്ന് വാടി വന്നാട്ടാ. ചങ്ക് കാർസൻ ഇല്ലാത്തതിന്റെ ഇത് 500 എടുക്കല്ലോടാ. ഇനി നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോട്ടെ. ഫുഡ് കഴിക്കണം. 2 weeks later. എന്റെ കാറ് 2 ആഴ്ച എടുത്ത് അല്ലേ, 2 ആഴ്ച എടുത്ത്. ഞാൻ എന്റെ കാർ ഉള്ളതായിട്ട് തന്നെ ഞാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെ ഇന്ന് എല്ലാ പണിയും കഴിഞ്ഞ് നമ്മള് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. കാരണം എന്റെ ബൈക്ക് ഇതിപ്പോ നമുക്ക് ഏകദേശം ഒരു 7 വർഷമായി. നമ്മളിപ്പോ അങ്ങനെ അധികം ഓടാറില്ല. അപ്പൊ ഈ വണ്ടിയുടെ ഫുൾ പണിയും ചെയ്ത് ഇത് നമ്മൾ സ്റ്റിക്കർ ചെയ്ത് ഇറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആകർഷും ജസ്റ്റിനും കൂടി റോഡ് മാർഗം വഴി വരുന്നതായിരിക്കും. ഞാനും ബിജോയും കൂടി ട്രെയിനിൽ പോയി അവിടെ ഇറങ്ങുന്നതായിരിക്കും. നമ്മൾ രതീഷേട്ടന്റെ ഓട്ടയാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങുന്നു. ഞാൻ എക്സൈറ്റഡ് ആണ് എന്റെ കാർ ഏത് പരുവായെന്ന് അറിയാൻ വേണ്ടിട്ട്. അങ്ങോട്ട് പോകാം ഗൈസ്. കുറച്ച് അപ്ഡേറ്റ് ഒക്കെ എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ കുറച്ച് കണ്ട് ചോദിക്കും ചേട്ടാ എന്തായി എന്നുള്ള അപ്ഡേറ്റ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയൊന്നും അയച്ചൊന്നുമില്ല, ഫുള്ളൊന്നും കണ്ടൊന്നുമില്ല. അതുകൊണ്ട് എക്സൈറ്റഡ് തന്നെയാണ്. അപ്പൊ നമ്മൾ പോയി നോക്കട്ടെ. 2 ആഴ്ചക്ക് ശേഷം കാറില്ലാതെ 2 ആഴ്ച ഇവിടെ ഇരുന്ന് ഗൈസ്. അപ്പൊ പോവാം. രതീഷേട്ടൻ ആരെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇതാണ് നമ്പറൊക്കെ. പ്രൊമോഷൻ, ഫ്രീ പ്രൊമോഷൻ രതീഷേട്ടന്. വണ്ടിയുടെ പേരെന്തായിരുന്നു? റോഷൻ എന്നാണ് ഓട്ടോയുടെ പേര്. റോഷാന്ന് വിളിച്ചാൽ ഓടിയെത്തും രതീഷേട്ടൻ. പോട്ടെ. ഇത്രയും നാള് 2-3 ദിവസം ഒരു പ്രശ്നമില്ലേന്ന്. ഇത് ഹെലിക്കാമല്ല കേട്ടോ. ഇത് കണ്ട് നമ്മുടെ ചിവരിൽ പറ്റിയിരിക്കുന്ന സാധനമാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ ഹെലിക്കാമാണ് ഇത് ഇവിടെ ഒന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കും. ഇന്ന് ഇപ്പൊ മഴ. ഞാൻ വണ്ടി എടുത്ത് ഇറക്കണേന്റെ അന്ന് മഴ പെയ്യും. ഇത്ര നാൾക്ക് ആർക്കും വേണ്ടായിരുന്നു. അവിടെ പെട്ടെന്നുണ്ടപ്പോ ഞാൻ ഇത് ഹെലിക്കാമെന്ന് വിചാരിച്ചടാ. കണ്ട ഈ പാട്, കറുത്ത പാട് നോക്കിക്കോണേ. കണ്ട ഞാൻ ഇങ്ങനെ ഇത് എന്തൊരു പറന്നു പോണ. നമ്മൾ എക്സ്പ്രോടെക്സ് എത്തിയിരിക്കുകയാണ്. എന്റെ വണ്ടി മൂടി കെട്ടി വെച്ചിരിക്കുന്നു ഗൈസ്.
സോ ഗൈസ്, അപ്പോൾ നമ്മൾ കൊല്ലത്തെത്തി തോട്ടത്തിൽ എത്തിയിരിക്കണം. അപ്പോൾ എന്റെ വണ്ടിയുടെ ഫുൾ പണിയും ചെയ്തതാ ഇരിപ്പുണ്ട്. ഞാൻ എനിക്ക് ഒന്നും അറിയത്തില്ല, കാരണം അന്നൊരു ഡിസൈൻ ചെയ്ത് തന്നത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. ഞാൻ ഇത് കാണാനായിട്ട് എക്സൈറ്റഡ് ആണ്. ബാക്കി പരിപാടിയിലോട്ട് പോവാം. Let's count them down. Now, അപ്പോൾ എന്റെ വണ്ടി റിവീൽ ചെയ്തിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, പൊളി. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ അപ്പുറം. കാരണം നമ്മുടെ ഈ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് ഒരു സിൽവർ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ ബ്ലാക്ക് ആയി വണ്ടി വേറെ ലുക്കായി. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് പറഞ്ഞു തരാനുള്ള ആള് ജിതിൻ ബ്രോ ഉണ്ട്, എന്റെ ഓണറാണ്. അപ്പൊ നമ്മള് വണ്ടിയിൽ മെയിൻ ആയിട്ട് ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സിൽവർ പോർഷൻസ് വന്ന ഭാഗങ്ങളും ഗ്രേ വന്നതെല്ലാം നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ കിയയുടെ ബാഡ്ജിങ് വരെ നമ്മൾ ടിൻഡ് ഔട്ട് ചെയ്ത് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സൈഡിൽ ചെറിയ സ്ക്രാച്ചസും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം അത് നമ്മൾ ഫുള്ളി പെയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 3 വർഷം വാറന്റിയാണ് നമ്മുടെ പെയിന്റിംഗ് സ്റ്റാർട്ടിംഗ് വരുന്നത്. അപ്പോൾ ഫുൾ പ്രോപ്പർ ആയിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മളൊരു കസ്റ്റം ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെനവസ് ആയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ സന്ദീപ് ബ്രോയുടെ ഒരു ഔട്ട്പുട്ടും കൂടെ വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ഇഷ്ടമുള്ള സൂപ്പർ ഹീറോയും പേരും വെച്ചാണ് ചെയ്തേക്കുന്നത്. അതിന്റെ മേളിൽ നമ്മൾ ഇതിനൊരു ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ PPF ചെയ്തിട്ടുണ്ട്, പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം. ഈ 2 പാനൽസിൽ നമ്മൾ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അലോ ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് റീപ്ലേസ് ചെയ്തായിരുന്നു. അപ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ കാലിപ്പർ ക്യാൻഡി റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഒരു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നേക്കുന്നത് നമ്മൾ ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പെൻഡറിന്റെ XL സൈസ് ആണ് ചെയ്തേക്കുന്നത് വിത്ത് ക്രോസ് ബാർ. അത് പിന്നെ നമ്മൾ ബാക്ക് ടെയിലൈറ്റ് കാര്യങ്ങളെല്ലാം ടിൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് 3 വർഷം വാറന്റി വരുന്ന സെറാമിക് കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ PPFന്റെ മുകളിലെല്ലാം നമ്മൾ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ യൂഷ്വലി സെറാമിക് കോട്ടിംഗ്സ് വരുന്നത് 9H ഹാർഡ്നെസ് ആണ് വരുന്നത്. ഇത് നമ്മൾ 10H ആണ് നമ്മളെ മെറ്റീരിയൽ. നാസിയോൾ ഇസഡാർ 53 എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ 3S സെറാമിക് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇനി ഗ്രഫീൻ പാക്കേജസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ DRL മാറ്റി പിക്സൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഫുള്ളി ഫോൺ കൺട്രോളബിൾ ആണ്. ഇതിനകത്ത് കളേഴ്സ് നമുക്ക് മാറ്റാൻ പറ്റും, പാറ്റേൺസ് മാറ്റാൻ പറ്റും. അതേപോലെ സിംഗിൾ കളേഴ്സ് ഇടണമെങ്കിൽ സിംഗിൾ കളേഴ്സ് ഇടാൻ പറ്റും. ഈ സെയിം സംഭവം നമ്മൾ അണ്ടർ ബോഡിയിലും ചെയ്തിട്ടുണ്ട്. അത് 360 ആണ് ചെയ്തേക്കുന്നത്, ഫുള്ള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഹെഡ്ലൈറ്റ് ഊരിയ സമയത്ത് നമ്മൾ അകത്തുള്ള സിൽവർ പോർഷൻസ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫോഗിൽ ഒരു ടിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ബാർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ബ്ലൂ റെഡ് തീമിൽ വരുന്ന ഒരു ബാർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് മാക്സിമം ചെയ്തേക്കുന്ന വർക്ക്സ്. പിന്നെ മൊത്തത്തിൽ ഫുൾ ഡീറ്റെയിലിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിക്കർ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു ലീഗൽ പ്രശ്നം ഉണ്ടോ എന്നൊരു ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ വണ്ടി ബ്ലാക്ക് ആണെങ്കിൽ അതൊരു 60% പ്ലസ് ബ്ലാക്ക് ആയിരിക്കണം. അതാണ് നമ്മളെ റൂൾ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ആക്ച്വലി ഒരു 15% പോലും കളർ വന്നിട്ടില്ല. അതും നമ്മൾ ചെയ്തേക്കുന്ന ഡിസൈനും ബ്ലാക്ക് റെഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. വേറെ എക്സ്ട്രാ കളേഴ്സ് ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ ഇതങ്ങനെ വലിയ ലീഗലി പ്രശ്നങ്ങളില്ല. ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ പെൻഡേർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപാട് പേര് പറയാറുണ്ട് ഇതിപ്പം ഷോയ്ക്കാണൊക്കെ വെക്കുന്നതെന്ന്. അപ്പൊ പേർപ്പസും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പം നമ്മൾ ഫുള്ളി പാക്ഡ് ഒരു ഫാമിലി ട്രിപ്പ് ഒരു 20 ഡേയ്സ് ട്രാവൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫുള്ളി പാക്ഡ് 5 പേരുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഡിക്കിൽ ഒരിക്കലും 5 പേരുടെ ലഗേജ് കയറത്തില്ല. അപ്പൊ ഇതിനകത്ത് ആക്ച്വലി നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷെ ഈ ഒരു കാറിന്റെ ഡിക്കി സ്പേസിനെക്കാളും ലഗേജ് ഈ ബോക്സിൽ കയറും. അത്രയും സ്പേസ് കിട്ടും. പിന്നെ നമുക്ക് ഇത് വേണ്ടാത്ത ടൈമിൽ റിമൂവ് ചെയ്ത് വെക്കാന്നെയാണ്. ഈ ഒരു 4 ക്ലാമ്പേ ഉള്ള, ഈസി ടു റിമൂവ് ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ മേജർലി ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പൊ ഗൈസ്, ഞാൻ ഓൾറെഡി കാർ ഇവിടെ എടുത്തോണ്ട് ബൈക്ക് ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം ഈ ചെയ്തു വെച്ചേക്കുന്നതൊക്കെ നൈസ് വർക്കാണ്. എനിക്ക് അതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞപ്പം ചേട്ടാ എന്താണ് നമ്മളുടെ അടുത്ത ബൈക്കിന്റെ കാര്യങ്ങളൊക്കെ? ബൈക്കില് നമ്മള് ഫുള്ള് മെക്കാനിക്കൽ വർക്ക് ഉണ്ട്. കുറെ നാൾ എടുക്കാതെയൊക്കെ വെച്ചിരുന്നല്ലേ. അപ്പൊ മെക്കാനിക്കൽ വർക്ക് ഫുള്ള് ക്ലിയർ ചെയ്ത് ഫുൾ പെയിന്റിങ്ങും ഒരു കസ്റ്റം ഗ്രാഫിക്സും കുറച്ച് ഡിസൈനിങ് ആണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ബൈക്ക് ഉണ്ട്, ഇതിപ്പോ നമ്മള് RC ഫുള്ള് കംപ്ലീറ്റ് X2 കിറ്റ് ആഡ് ചെയ്തിട്ട് കസ്റ്റം ഗ്രാഫിക്സ് എല്ലാം ചെയ്ത് ക്ലിയർ കോട്ട് ചെയ്തേക്കാണ്. നമ്മൾ വർക്ക്സിനെല്ലാം 3 year വാറന്റി ആട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു കസ്റ്റം എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലീഗൽ ആണോ എന്ന് ചോദിച്ചാൽ ലീഗൽ അല്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഫോട്ടോഷൂട്ട് പേർപ്പസിന് മാത്രം, പുള്ളിക്ക് വേറെ വണ്ടി ഉണ്ട്. അപ്പം പുള്ളി അങ്ങനെ പബ്ലിക് യൂസ് ഇല്ല, അതുകൊണ്ടാണ് ഇത്രയും ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ബൈക്ക് ഉണ്ടോ, ഇതിനകത്തും ആ ഒരു സെയിം കിറ്റ് ആണ് ആഡ് ചെയ്യുന്ന, ഒരു ഡിഫറെന്റ് ഗ്രാഫിക്സ്. ഇതിനകത്ത് നമ്മൾ പക്ഷേ ഒരു കസ്റ്റം ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെറ്റർ എല്ലാം ലൈറ്റ് അപ്പ് ആവും. അത് നമുക്ക് സെറ്റ് ആക്കാം. നമുക്ക് ആ ഒരു ആം സൂപ്പർ ഹീറോ ഇതേപോലെ ചെയ്യാം. ഇതും ഫോൺ കൺട്രോളബിൾ ആണ്. ഇതിന്റെ അണ്ടർ ബോഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും റിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ പേജ് കയറി നോക്കിയാൽ ഒരുപാട് കസ്റ്റം വർക്ക്സ് കാണാം. നമ്മൾ ബൈക്കിന്റെയും കാറിന്റെയും കസ്റ്റം വർക്ക്സ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ കാറിന്റെ ഇത് കണ്ട് ഞാൻ ഇംപ്രസ്ഡ് ആയി. പിന്നെ അടുത്ത ബൈക്കിന്റെ കണ്ട് ഇംപ്രസ്ഡ് ആയി. അപ്പൊ അടുത്ത് നമുക്ക് ബൈക്ക് ഇറക്കുന്ന വീഡിയോയിൽ കാണാം. ഓക്കെ. shit.
Did I leave the stove on? ഇതാണ് എന്റെ വണ്ടിയുടെ ഫൈനൽ ലുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ വണ്ടി ഫുൾ ബ്ലാക്ക് ആക്കാൻ പോയതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് അലോയ് തന്നെ എടുത്തത്. എനിക്ക് ഫുൾ വണ്ടി ബ്ലാക്ക് ചെയ്ത് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എന്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത്, ഫുൾ വണ്ടി ബ്ലാക്ക് ആക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അലോയും ബ്ലാക്ക് എടുത്തത്. ഇപ്പൊ വണ്ടി ഏകദേശം ഫുൾ സെറ്റായി. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് എന്റെ ഒരു കാർ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്റെ ബൈക്ക് ഞാൻ എന്താ ഇവിടെ വെച്ചിട്ട് പോവുകയാണ്. ഹെൽമെറ്റും കൂടി സ്റ്റിക്കർ ചെയ്യണം. പിന്നെ നേരെ വീട്ടിലോട്ട് പോയിട്ട് എല്ലാവരും റിയാക്ഷൻസ് എടുക്കണം എങ്ങനെയുണ്ട്. അച്ഛനും അമ്മയ്ക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. മേഘ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ ലുക്ക്, പവർ. ഗൈസ്, അപ്പോ ഞാൻ വീടെത്തി. അപ്പൊ എനിക്ക് ഇനി ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഷെഡിലാണ്. ആ ഷെഡില് പെൻഡേർ കൊണ്ട് കയറുമ്പോ തട്ടുമോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. അപ്പോ നമുക്ക് നോക്കാം. ഷെഡിൽ കയറും കേട്ടോ. ഞാൻ വെച്ചിനി നമ്മുടെ ഈ സാധനം കുറച്ചുകൂടി കട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇല്ല, ഫുൾ സെറ്റായി. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കാറിനെ കുറിച്ചുള്ള എന്ത് സംഭവം വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തത്. കാരണം പുള്ളിക്കാരനാണ് എനിക്ക് ഏകദേശം ഒരു ഐഡിയ തന്നത്, ഈ കാർ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സെറ്റ് ആവുമെന്നുള്ളതൊക്കെ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ഗൈസ്.